എല്ലാവർക്കും മച്ചക്കല്ല കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും ഹൃദയം നിറഞ്ഞ ഹാപ്പി ന്യൂ ഇയർ. നമ്മളിന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ഡിഷാണ്. 10 മിനിറ്റ് സമയം പോലും ആവശ്യമില്ല. അപ്പോൾ നമുക്ക് തയ്യാറാക്കി നോക്കാം. ഞാൻ അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് റവയാണ് ഇട്ട് കൊടുക്കുന്നത്. അതിലേക്ക് 1/2 കപ്പ് തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിന് അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് ചെറിയ തരിയുള്ള റവയോ വലുതോ ഏത് വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. എന്നിട്ട് ഇത് നമുക്കൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം. അതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ നമുക്ക് തയ്യാറാക്കാം. ഞാനൊരു ചെറിയ ജാർ എടുത്തിട്ടുണ്ട് മിക്സിയുടെ. അതിലേക്ക് 1/2 കപ്പ് ഗ്രേറ്റഡ് കോക്കനട്ടും ഒരു ഗ്രീൻ ചില്ലി ഒന്ന് പൊട്ടിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറി ലീഫും കുറച്ച് കൊറിയാൻഡർ ലീഫും ഒരു ചെറിയ കഷ്ണം ജിഞ്ചറും ഇട്ട് കൊടുത്ത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഇനി അരയ്ക്കാൻ ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. വീണ്ടും വെള്ളം ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നമ്മൾ ചട്നി റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീരും ലെമൺ ജ്യൂസാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കടുക് വറുത്ത് ഇടാം. അതിന് ഉണക്കമുളകും റായി അതിൻ്റെ അടദലാണ് അതും ചേർത്ത് നമ്മളിതൊന്ന് കടുക് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാനൊരു സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഹിങ് ആണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കായപ്പൊടി ചേർത്ത് കൊടുത്ത് നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. റായിയാണ്. ഇതൊന്ന് പൊട്ടി വരാൻ തുടങ്ങുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ചന്ന ഡാൽ ഇട്ട് കൊടുക്കാം. കടലപ്പരിപ്പാണ് ഇട്ട് കൊടുത്ത് അതൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതൊന്ന് മൂത്ത് വരാൻ തുടങ്ങുമ്പോൾ നമ്മൾ പൊടിയായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ജിഞ്ചർ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്ത് നമുക്ക് അതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഗ്രീൻ ചില്ലി ചേർത്ത് കൊടുക്കാം. ഗ്രീൻ ചില്ലിയും ഓനിയൻ പൊടിയായി അരിഞ്ഞത് 1/4 കപ്പാണ്. 1/4 കപ്പ് ചേർത്ത് കൊടുത്ത് നമുക്കതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഒരുപാട് ബ്രൗൺ നിറമാകേണ്ട ആവശ്യമില്ല. ചെറിയ ഇതായിട്ടൊന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. ഒരു ട്രാൻസ്പെറൻറ്റ് കളർ ആകുമ്പോൾ നമുക്കത് മാറ്റി എടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മാവിലേക്ക് നമ്മൾ ബാറ്റർ തയ്യാറാക്കി വെച്ചിരുന്ന അതിലേക്ക് നമുക്കത് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചെടുത്ത് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കണം. ഉള്ളിയൊന്നും ഒരുപാട് മൂത്തിട്ടില്ല. അപ്പം ഒരുപാട് ബ്രൗൺ നിറമായാൽ നമ്മൾ അരച്ച് വെച്ച ബാറ്ററിൻ്റെ കളറും മാറും. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ട്രാൻസ്പെറൻറ്റ് കളറായാൽ മതി. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നിറയെ ഒരു പിടി മല്ലിയിലയും കൂടെ നമുക്ക് പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. മല്ലിയില നല്ല ഫ്ലേവർ കൊടുക്കുന്നതാണ്. അതിലേക്ക് മല്ലിയിലയും കറി ലീഫ്സ് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മല്ലിയില മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. കൊറിയാൻഡർ ലീഫ് പൊടിയായി അരിഞ്ഞത് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. കൊറിയാൻഡർ ലീഫ്സ് മാവിൽ എല്ലാം ഒന്ന് ബാറ്ററിലൊക്കെ നന്നായിട്ടൊന്ന് വരട്ടെ. അല്ലെങ്കിൽ ഇത് ഏതെങ്കിലും സൈഡിലേക്ക് കൂടിയിരിക്കും. അതുകൊണ്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ്. അതൊരു 1/2 ടീസ്പൂൺ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി ബേക്കിംഗ് സോഡയൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി വരട്ടെ. നമുക്ക് ഞാനിപ്പോൾ ഇതൊന്ന് ഒരു സ്റ്റൗവിലേക്ക് നമ്മുടെ തടുക്ക പാനാണ്, നമ്മൾ കടുകൊക്കെ വറക്കാൻ ഉപയോഗിക്കുന്ന പാനാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് എണ്ണ, ഒരു 1/4 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു തവി മാവ്, അതിൽ ബാറ്റർ ഒഴിച്ചു കൊടുത്ത് സൈഡിൽ എണ്ണ ഒഴിക്കേണ്ട നിർബന്ധമൊന്നുമില്ല. ഞാനൊന്ന് ഒഴിച്ചു കൊടുത്തേ ഉള്ളൂ. നല്ല മൊരിഞ്ഞ് വരെ. എന്നിട്ടൊരു ചെറിയൊരു അടപ്പ് വെച്ച് അടച്ചിട്ടുണ്ട്. ഇനി ഇപ്പം നന്നായിട്ട് ഒരു സൈഡ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സ്പൂൺ കൊണ്ട് എടുത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ബൺ ദോശ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ ബാക്കിയുള്ളതെല്ലാം തയ്യാറാക്കിയെടുക്കാം. ഈസി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്സ് ആയിട്ടും കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലും ഒക്കെ കൊടുത്തു വിടാം. അപ്പം എല്ലാവരും തയ്യാറാക്കി നോക്കൂ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അടുത്തൊരു നല്ലൊരു ഡിഷായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.